And finally, Samsung decided to budget mobile Samsung Galaxy A17 5G. Top selling smartphone list is A15 and A16 and now A17 release so we wait. This is an interesting fact. These mobiles under 20k budget. That's IPS LCD display AMOLED panel Samsung this mobile release a major upgrade. So this mobile plan this video വരെ കണ്ടിട്ട് ഈ മൊബൈൽ വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യൂ. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ 5 minutes റിവ്യൂ. ഞാൻ അക്കു. വെൽക്കം ടു അക്കൂസ് റിവ്യൂ. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ക്ലീൻ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, എന്നാലും ഒരു പ്രീമിയം വൈബ് ഉണ്ട്. ദെൻ ആ ഫ്ലാറ്റ് സൈഡ് സാംസങ് എസ് സീരീസിനെ പോലെ വെർട്ടിക്കൽ ക്യാമറ ലേഔട്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ഫൈബർ പോളിമർ ബാക്ക്, ഇതെല്ലാം നിങ്ങൾക്കൊരു സ്റ്റേഡി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഹാൻഡ് ഫീൽ തരുന്നുണ്ടാവും. വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ 193.7 grams വരുന്നുണ്ട്. സ്ലൈറ്റ്ലി ഹെവിയാണ്, എന്നാലും ആ വെയിറ്റ് ബാലൻസ് കാരണം നിങ്ങൾക്ക് അത്ര വെയിറ്റ് ഫീൽ ചെയ്യില്ല. ദെൻ ഇതിൽ മെറ്റൽ ഫ്രെയിം വരുന്നില്ല, എന്നാലും ഒരു മെറ്റൽ ഫ്രെയിം വൈബ് എല്ലാം തരുന്നുണ്ട്. അതേപോലെ പ്രൊട്ടക്ഷന് വേണ്ടി ഗൊറില്ല ഗ്ലാസ് വിക്ടസും വരുന്നുണ്ട്. അതുപോലെ തന്നെ IP54 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു റേറ്റിന് അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. സോ ഡിസൈൻ വൈസ് 8 out of 10. ദെൻ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.7 inch Super AMOLED ഡിസ്പ്ലേ വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആൻഡ് 1100 nits പീക്ക് ബ്രൈറ്റ്നസ് ഇൻ HBM മോഡ്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി എല്ലാം ഓക്കെ ആയിരിക്കും. ദെൻ ബെസൽസ് എല്ലാം ആവറേജ് ആണ്, എന്നാലും ആ AMOLED ഡിസ്പ്ലേ റിച്ച്, ഷാർപ്പ് ആൻഡ് കളർഫുൾ ആക്കി മാറ്റും നിങ്ങളുടെ വിഷ്വൽസിനെ. സോ സ്ട്രീമിംഗ് ആൻഡ് സ്ക്രോളിംഗിനെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. സോ ഡിസ്പ്ലേ വൈസ് നമുക്ക് 8 out of 10 കൊടുക്കാം. ദെൻ കമ്മിങ് ടു പെർഫോമൻസ്, സാംസങ് ഗാലക്സി A17 വരുന്നത് Exynos 13305nm പ്രൊസസ്സറോട് കൂടിയാണ്. ദെൻ ഇതിൽ 3 വേരിയൻസ് വരുന്നുണ്ട്, up to 8GB RAM and 256GB സ്റ്റോറേജ്. ആൻഡ്രോയിഡ് സ്കോർ നോക്കുകയാണെങ്കിൽ നിയർലി 4.5 lakhs വരുന്നുണ്ട്. സോ ഈ ഒരു സെഗ്മെന്റിന് നോട്ട് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. സാംസങ് ഇവിടെ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തരാൻ നോക്കുന്നത്. COD നിങ്ങൾക്കൊരു 40 FPS-ലും BGMI നിങ്ങൾക്കൊരു 30 FPS-ലും കളിക്കാം. ഫ്യൂച്ചർ അപ്ഡേറ്റിൽ നിങ്ങൾക്കൊരു 60 or even 90 FPS വരെ അൺലോക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. സോ പെർഫോമൻസ് വൈസ് ഡെയിലി ടാസ്കിനെല്ലാം ഓക്കെ ആയിരിക്കും. സോ 6.5 out of 10. ദെൻ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈൽ വരുന്നത് 5000 mAh ബാറ്ററി വിത്ത് 25 watts ചാർജിങ്. അത്യാവശ്യം 1 day നോർമൽ യൂസേജിനെല്ലാം ഈ ഒരു ബാറ്ററി ഓക്കെ ആയിരിക്കും. സോ ബാറ്ററി വൈസ് 7.5 out of 10. ദെൻ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. 50MP മെയിൻ ക്യാമറ വിത്ത് OIS ആൻഡ് 5MP അൾട്രാ വൈഡ് ആൻഡ് എ മാക്രോ ലെൻസ്. ആൻഡ് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13MP ആണ് വരുന്നത്. മെയിൻ സെൻസറിൽ നിന്ന് ഗുഡ് ഡീറ്റെയിൽസ് ആൻഡ് ഡൈനാമിക് റേഞ്ചുള്ള സോളിഡ് ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ലോ ലൈറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് താങ്ക്സ് ടു ദ OIS. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പാണ്, നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ്, സ്കിൻ ടോണും ബാലൻസ്ഡ് ആണ്. ദെൻ അൾട്രാ വൈഡ് 5MP ആണെങ്കിലും അതിനുള്ള പെർഫോമൻസ് അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അതേപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇമേജസ് ഫീൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമിൽ ഫുൾ HD 30 FPS-ൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതും ഈ ഒരു സെഗ്മെന്റിന് അറ്റ്ലീസ്റ്റ് 2K എങ്കിലും കൊടുക്കാമായിരുന്നു. സോ ക്യാമറ വൈസ് ചെറിയ ഡിസപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഉണ്ടെങ്കിലും 7 out of 10. ദെൻ സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് സാംസങ് A17 ഷൈൻ ചെയ്യുന്നത്. ഈ ഫോൺ വരുന്നത് One UI 7 ബേസ്ഡ് ഓൺ Android 15 കൂടിയാണ്. ക്ലീൻ ആണ്, ബ്ലോട്ട്വെയർസ് ഒന്നും അധികമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് പാക്ഡ് ആയിട്ടുള്ളത്. സർക്കിൾ ടു സെർച്ച്, ഗൂഗിൾ ജെമിനി ഇന്റഗ്രേഷൻ, ലൈവ് സമറൈസേഷൻ, ട്രാൻസ്ലേഷൻ എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു സെക്ഷനിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6 years ഓഫ് മേജർ അപ്ഡേറ്റ് ആൻഡ് 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ് സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയാം. സോ സോഫ്റ്റ്വെയർ വൈസ് നമുക്കൊരു 9.5 out of 10 കൊടുക്കാം. സോ ഫൈനൽ തോട്ട്, സാംസങ് ഗാലക്സി A17 5G അണ്ടർ 20K ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. AMOLED ഡിസ്പ്ലേ, പ്രീമിയം ഡിസൈൻ, അതുപോലെ തന്നെ ഗുഡ് ബാറ്ററി, ഡീസന്റ് ക്യാമറ ആൻഡ് ഗ്രേറ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ട്, ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഗെയിമിങ്ങിന് പറ്റിയതല്ല, അതുപോലെ വീഡിയോ റെക്കോർഡിങ്ങിനും പറ്റിയതല്ല. ബട്ട് ഫോർ എവറിഡേ യൂസേഴ്സ് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 16K to 21K ബഡ്ജറ്റിലായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയൻറ്റ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഷോർട്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. Bye for now.